ചോദിച്ചപ്പം ഓല് പറഞ്ഞേ കുറച്ചുകൂടി മുമ്പ് മൈക്ക് ഓണാവണില്ല. എങ്ങനെയുണ്ട്? ആ മീ ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദ ലേഡി ലിംബ്രാസ് വേൾഡ്. അപ്പോൾ ഗായ്സ്, ഇന്ന് നമ്മൾ എങ്ങോട്ടാണ് പോണതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, മനസ്സിലാക്കുന്നു. എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചാൽ നമ്മൾ കോഴിക്കോട് ഫറൂഖിലുള്ള പുതിയ സ്കൈലാൻഡ് അണ്ടർ വാട്ടർ എക്സ്പോ കാണാനാണ് കേട്ടോ ഗൈസ് പോണത്. അപ്പോൾ നമ്മൾ ഇവിടെ ഫറൂഖ് പാലത്തുമ്മ കൂടെയാണ് പോകുന്നത്. ഇവിടെ ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ. ഇതാട്ടോ ഗൈസ് മല്ലിക ഫ്ലെക്സ് തിയേറ്റർ. അപ്പം നമ്മൾക്ക് അങ്ങോട്ടാണ് തിരിയേണ്ടത്. അപ്പൊ ഗൈസ് നമ്മൾ മല്ലിക തിയേറ്ററിന്റെ ഇതുണ്ടല്ലേ, അതാണ് കേട്ടോ തിയേറ്റർ വരുന്നത്. അപ്പം അതിലൂടെ ഇവിടെ റോഡുണ്ട്. അപ്പൊ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് ശരിക്കും വയ്യ അറിയില്ല. നമ്മൾ ഇതിലെങ്ങനെ പോയി നോക്കാണ്. ഇതിന്റെ അടുത്തൊരു പാർക്കും ഉണ്ട്. അപ്പൊ നമ്മള് ഇതിലെങ്ങനെ പോയി നോക്കാണ്ടോ. അപ്പൊ കുട്ടൂസ് ഉറങ്ങിയാണ് കേട്ടോ. അപ്പൊ പക്ഷെ എടുത്ത് നടക്കാണ്. ഞാൻ സൂപ്പറായിട്ട് ഇങ്ങനെ വല്ല ബാക്കിൽ നടക്കാം. ഇവിടെ ഒരു പാർക്കൊക്കെ ഉണ്ട്, കുട്ടികൾക്ക് ഈവനിങ് ആയിട്ട് അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിലേന് പോവേണ്ടിയിരുന്നു. നമുക്ക് അറിയൂല, നമുക്ക് ജസ്റ്റ് ഇതിലൊന്ന് പോയി നോക്കാം. എങ്ങോട്ട്? ഇങ്ങോട്ടുള്ളത് ഫ്രീ ആണ്, അതിന്റെ ഉള്ളിലോട്ട് പോവാനുള്ളതാവും. അപ്പൊ ഗൈസ് നമ്മള് എക്സ്പോന്റെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പൊ നമ്മള് കുറച്ചൊന്ന് കറങ്ങി. ഫസ്റ്റ് നമ്മള് മല്ലിക തിയേറ്ററിന്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞപ്പം നമ്മൾ എന്താ വേണ്ടി നേരത്തെ കാണിച്ച ആ റോഡിൽ പോയി. പിന്നെ നമ്മൾ തിരിച്ച് അവിടെ ഒരു കടയിൽ ചോദിച്ചപ്പം ഓല് പറഞ്ഞേ കുറച്ചുകൂടി മുമ്പ് പോകണമെന്ന്. അപ്പൊ മല്ലിക തിയേറ്റർ കഴിഞ്ഞ് പോന്നിട്ടാണ് ഈ എക്സ്പോ നടക്കുന്ന പ്ലേസ് ഉള്ളത്. ആ സൈഡിൽ തന്നെയാണ്, പക്ഷെ മല്ലിക തിയേറ്റർ കഴിഞ്ഞ് പോരണം. അവിടെയാണ് സ്ഥലം. അവിടെ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്താ പറയാ, നമുക്ക് ഉള്ളിൽ കയറി വെക്കാം. അപ്പം നമുക്ക് ഫസ്റ്റ് ടിക്കറ്റ് എടുക്കണം. നിങ്ങൾ ടിക്കറ്റ് എടുത്ത് കയറുന്നത്. അപ്പൊ ഇവിടെ പുറത്ത് കുതിര, ഒട്ടകം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ടിക്കറ്റ് എടുക്കാം. അപ്പം അവിടെയാണ് ടിക്കറ്റ് കൊടുക്കുന്നത്. സ്കൈലാൻഡ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോ ടിക്കറ്റ് സെന്റർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഒരാൾക്ക് ടിക്കറ്റ് വില പ്രൈസ് വരുന്നത് 120 രൂപയാണ് കേട്ടോ ഗൈസ്. ഒരുങ്ങി എണീറ്റ് പാട്ട് കേട്ടപ്പോ കളിക്കുക. അപ്പം നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ടിക്കറ്റ് കാണിച്ചെന്നാ. അപ്പം ഇതാണ്ടോ ടിക്കറ്റ് വരുന്നത്. അപ്പം 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കാണ് ഒരു ടിക്കറ്റ് ആവശ്യമുള്ളത്. അപ്പൊ നമ്മള് കുട്ടൂസിനിപ്പോ എടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അപ്പൊ നമ്മൾക്ക് 2 ടിക്കറ്റ് എടുത്തു. അപ്പൊ ഇനി നമ്മള് ഉള്ളിലത്തെ കാഴ്ചകൾ എന്തൊക്കെയാണ്, നമ്മള് ഇതിനു മുമ്പ് നമ്മൾ പെരിന്തൽമണ്ണ ഒരു എക്സ്പോയിൽ കയറിയിട്ടുണ്ട്. അപ്പൊ അതേപോലെ തന്നെയാണോന്ന് അറിയില്ല. ഇതിൽ പോലെ പറയുന്നത് ഒരു ഹിമാലയന്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ടെന്നാണ്. പക്ഷെ നമ്മൾ കണ്ടാലല്ലേ നമുക്ക് അതിന്റെ ഒരു സത്യാവസ്ഥ നമുക്ക് അറിയുള്ളൂ. അപ്പം ഞങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കും കാണിച്ചു തരാം. അപ്പൊ ഗായ്സ് നമ്മളൊരു എന്താ പറയാ, ഒരു വെള്ള മറ്റേ ഗസ്റ്റുള്ളതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഒരു ഗുഹന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോവാണ്ട് ഗായ്സ്. അപ്പൊ ഗായ്സ് നമ്മൾ ഫസ്റ്റ് ഇറങ്ങി വരുമ്പോ തന്നെ ഇങ്ങനെ ഒരു വ്യൂ ആണ് കേട്ടോ നമുക്ക് ഇവിടെ സെറ്റ് ആക്കിയിട്ടുള്ളവര്. ഇതിലൊക്കെ നല്ല ഇറങ്ങുമ്പോ നല്ലൊരു കൂളിംഗ് ഉണ്ട്. അത്യാവശ്യം നല്ലൊരു കൂളിംഗ് ഉള്ളവര്. ഇവിടെ ഒരു കൂളർ സെറ്റ് ആക്കി കാണട്ടോ ഗൈസ്. ഒരു എന്താ പറയാ, മണാലിക്ക് എത്തിയ ഒരു ഫീലിംഗ് എത്താൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ മലയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഒരു സെറ്റപ്പും ഒരു എന്താ പറയാ, വെള്ളമൊക്കെ ചാടുന്ന ഒരു ടൈപ്പില് സെറ്റ് ആക്കിയിട്ടുണ്ട്. മണാലിക്ക് പോയ ഫീലിംഗ് ഉണ്ടാവുന്നതാണ്. മിനി ഊട്ടിക്ക് പോയ ഫീലിംഗ് ഇല്ലല്ലോ.
അപ്പൊ ഇക്ക പറയുന്നത് എന്താ വെച്ചാല് മിനിയൂട്ടിക്ക് വന്ന ഫീലിംഗ് കൂടി ഇല്ല എന്നാണ്. ജസ്റ്റ് മണാലി എന്നുള്ള നമ്മള് മണാലിക്ക് ഒരു ഇതുണ്ടാവില്ലേ, പുതിയ പോകാൻ കഴിയാത്തവർക്കൊക്കെ അവർക്കൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസ് ആണെന്നേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഫാമിലി, ഫ്രണ്ട്സ്, കപ്പിൾസ് ഫുൾ ആയിട്ട് വന്നാൽ എൻജോയ് ചെയ്യാം. വിഷും റമദാനും നമുക്ക് ഇവിടെ എൻജോയ് ചെയ്യാം. അപ്പം നമുക്ക് ബാക്കി കാണാം. നിങ്ങൾ ഇവിടെ വന്നിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണ്? കുഴപ്പമൊന്നുമില്ല, നല്ല എക്സ്പീരിയൻസ്. ഒന്നും മൈക്ക് ഓണാവണില്ല. നല്ല എക്സ്പീരിയൻസ്, ഒന്നും പറയാനില്ല. ഫ്രണ്ട്സ് ഏത് ബമ്പാലിയാബ് അവൾ കരയുന്ന ചങ്ങാടി ഓലിപ്പൊളിയാണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ബാക്കി നോക്കാം. സിക്കാക്ക് ചൂട് വെക്കേണ്ട മണാലി വന്നിട്ട് എന്നാ പറയുന്നത്. അപ്പൊ ഇവിടെ ഫ്ലവേഴ്സ് എന്താ പറയാ, ഇവിടുത്തെ ഒരു ലൈറ്റ് സെറ്റ് കൊണ്ട് നമുക്ക് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ നല്ല സെറ്റപ്പിൽ കാണാം. അപ്പൊ ഗായ്സ് അപ്പൊ എനിക്കും മോനോടി എന്താ മഞ്ഞില് കളിക്കാൻ കേട്ടോ ഗായ്സ്. ഒരു മഞ്ഞ് എന്ന് പറയാ, ഒരു പഞ്ഞിയൊക്കെ വെച്ചിട്ടുള്ള ഒരു എക്സ്പ്ലോറിങ്. നമുക്ക് എന്താ പറയാ, ഒരു ചിന്ന ഒരു മണാലി സെറ്റ് ആക്കിന്നേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. അവിടെ എന്താ പറയാ, നമ്മള് ഫാമിലീസ് ഒക്കെ വരുമ്പം എന്താ പറയാ, വയസ്സായാലൊക്കെ കൊണ്ടുവരുമ്പോ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസും കൂടിയാണ്. ഇവിടെയൊക്കെ ഇങ്ങനെ ഓരോ സെറ്റപ്പിലൊക്കെയാണ്. അപ്പൊ ഇവിടെയൊക്കെ കൂളർ വെച്ചിട്ടാണ് മണാലിന്റെ ഫീലിംഗ് വരാനും വേണ്ടിട്ട്, തണുപ്പ് കിട്ടാനും വേണ്ടിട്ട് ഇവിടെയൊക്കെ 2-3 കൂളേഴ്സ് ഒക്കെ വെച്ചിട്ട് സെറ്റ് ആക്കിയിട്ടാണ്. അപ്പം ഇവിടെയൊക്കെ എന്താ പറയാ, നമുക്കൊരു മൗണ്ടൈന്ന് വാട്ടർഫോളിന്റെ മാതിരിയുള്ള എക്സ്പീരിയൻസ് വരാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഫ്ലവേഴ്സ് കാര്യങ്ങളൊക്കെ പ്ലാസ്റ്റിക് ഫ്ലവേഴ്സ് ആണ് കേട്ടോ ഗൈസ്, ഒറിജിനൽ ഫ്ലവേഴ്സ് അല്ല. നമ്മൾ പറ്റിച്ചു ഗൈസ്. അപ്പം കുട്ടൂസേ, എന്താണ് എന്റെ മണാലി വന്നിട്ടുള്ള എക്സ്പ്ലോ ഒന്ന് പറയൂ. ചൂടെടുക്കുന്നെങ്കിൽ ചെറിയൊരു തണുപ്പുണ്ട് കേട്ടോ. കൂളർ സെറ്റ് ആക്കിയിട്ടുള്ള ചെറിയൊരു തണുപ്പുണ്ട് ഗൈസ്. അപ്പൊ ഇവിടെ നമ്മളൊരു ഗൈസ് വന്നിട്ടുണ്ട്, നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആണ് ഗൈസ്. അപ്പൊ ഓല് എൻജോയ് ചെയ്യാം. അപ്പൊ അവിടെ ഒരു എന്താ പറയാ, മഞ്ഞിലൊക്കെ കാണാൻ പറ്റിയതൊരു പോത്തോ പശോ എന്തോ ഒന്നുണ്ട് ഗൈസ്. ഓലതിന് മുന്നേ കേറി കുടുങ്ങിപ്പോയി. ഓലതിൽ കേറി കുടുങ്ങിപ്പോയിട്ടോ. അപ്പൊ ഇവിടുത്തെ എക്സ്പ്ലോർ ഒക്കെ നല്ല എന്താ പറയാ, അത്യാവശ്യം ഫോട്ടോസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു എന്താ പറയാ, ഒരു സെറ്റപ്പ് ആണ് ഇവിടെ സെറ്റ് ആക്കിയിട്ടുള്ളത്. ക്രിസ്മസിനൊക്കെ സെറ്റ് ആണെന്നപ്പോ ഇക്ക പറയുന്ന ഒരു മണാലി ഫീലിംഗും ഇവിടെ നമുക്കൊരു എന്താ പറയാ, ഒരു വൈറ്റ് കരടീനൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മള് ക്രിസ്മസിന് വെച്ചിട്ട് ഒരു നോസ് ഉണ്ട്. കുട്ടൂസ് അങ്ങോട്ടാണ് ചൂണ്ടി കാണിക്കുന്നത് ഗൈസ്. അപ്പൊ ഗൈസ് എല്ലാരും പുറത്തല്ല കേറില്ലേ, കുട്ടൂസ് അതിന്റെ മണ്ടയിൽ തന്നെ കയറി ഇരിക്കുന്നുണ്ട് ഗൈസ്. എങ്ങനെയുണ്ടാ അതിന്റെ മേലെ നിന്നിട്ടുള്ളേ? എങ്ങനെയുണ്ട് ഫീലിംഗ്? പൊളിയല്ലേ? അപ്പൊ നമ്മള് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് പോവാം. എവിടുന്നാ വരുന്നേ? ഞങ്ങളിവിടെ ഫറൂഖ്. ഇവിടെ ആദ്യമായിട്ടാണോ വരുന്നേ? അതെ. ഫാമിലി ആണോ? ഫാമിലി ആയിട്ട് വരികയാണ്. അപ്പം ഇവിടെ വന്നിട്ട് ഈ ഒരു മണാലി സെറ്റ് കണ്ടിട്ട് എന്താണ് എക്സ്പീരിയൻസ്? മണാലി പോയ ഫീലിംഗ് വരുമോ? ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാലേ? അപ്പൊ അഡ്ജസ്റ്റ് ചെയ്യാന്നാണ് അവര് പറയുന്നത്. ഉള്ളിക്ക് കയറിയില്ലല്ലോ. താങ്ക്സ്. ഇനി നമുക്ക് ഇവിടുത്തെ ഒരു മണാലി എക്സ്പ്ലോർ ഒക്കെ കഴിഞ്ഞു. ഇതാണ് ഫുൾ വ്യൂ വരുന്നത്. മണാലി എക്സ്പോ എന്ന് പറഞ്ഞിട്ട് സെറ്റ് ആക്കിയതിന്റെ വ്യൂ വരുന്നത്. അത് കഴിഞ്ഞ് ഇനി നമുക്ക് അണ്ടർ വാട്ടർ ടണൽ അക്വേറിയത്തിന്റെ ഉള്ളിലേക്ക് കയറാട്ടെ ഗൈസ്. അപ്പൊ ഗൈസ് കുട്ടോസ് ഇവിടെ പൊളിക്കാണ് ഗൈസ്. അനു ഓനും മണാലി വന്ന് ഫീലിംഗ് ആയി തോന്നുന്നുണ്ട് അല്ലേ കുട്ടോ? ഇതൊക്കെ എന്തില്ലേ രമണ, അവിടെ കട്ടുണ്ട് പൊങ്ങിക്കേറ്. അപ്പൊ ഇനി നമുക്ക് അണ്ടർ വാട്ടർ ടണൽ അക്വേറിയത്തിന്റെ ഉള്ളിലേക്ക് കയറി നോക്കാം ഗൈസ്. അപ്പം ഇവിടെ കഴിഞ്ഞ എക്സ്പോയില് കണ്ട പോലെ തന്നെ കുറെ മീനുകളാണ് ഇവര് പ്രത്യേകിച്ച് സെറ്റ് ആക്കിയിട്ടുള്ളത്. യെസ്. പിന്നെ ഞാൻ എന്റെ മാപ്പിള ഞാൻ മടുപ്പാണിയല്ലോ. ഇതാണ് ആഫ്രിക്കൻ മൊയ്. ആഫ്രിക്കൻ മൊയ് ആണെന്നാണ് ടോല് പറയുന്നത്. എനിക്ക് അറിയില്ല ഗായ്സ്, ഇതിന്റെ സ്രാവ് മാതിരിയൊക്കെ തോന്നുന്നത്.
മൊയ്ന് ആഫ്രിക്കൻ മൈന് ഇവിടെ ഉണ്ടാവില്ല. ഇത് പാളല്ലേ? എന്തൊക്കെ പറയണ്ട മാപ്പിള. ഞാൻ എന്താ പറയണ്ടേ അവലോടെ? ഇവിടെ അടുത്ത് സീബ്ര, അടുത്ത സീബ്ര ഉണ്ടോ? സീബ്ര ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് സീബ്രനെ കണ്ടത്. ഇത് വൈറ്റ് ഇല്ലല്ലോ ഇതില്. ഇതവിടെ വൈറ്റ്, അവിടെ തന്നെ. ഇവിടുത്തെ മീനാക്കൊക്കെ എന്റെ മാപ്പിള പേരിടൽ ചടങ്ങ് നടത്തുന്നുണ്ട് ഗൈസ്. നിങ്ങൾക്ക് ഇതേപോലത്തെ ഹസ്ബൻഡോ ബ്രദേഴ്സോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമന്റിൽ പറയണ്ട ഗൈസ്. മാപ്പി മോനെ നല്ല ആസ്വദിക്കും. കുട്ടൂസ് പേരിട്ടാലോ? അപ്പൊ ഓല് പറയുന്ന പരാതി ഉണ്ട്. ഇത് ഏതാ മീന് തിരിച്ചറിയാനുള്ള പേര് വില കൊടുത്തിട്ടില്ല. അയ്യോ, അവിടെ ഒരു കുട്ടി 400 രൂപയാണെന്നൊക്കെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ അതിന്. എനിക്കറിയാം ഇത് ഡേഞ്ചർ ഫിഷ് ആണെന്നാണ് ഡൗട്ട് അല്ലേ? ഞാൻ പറയുന്നൊന്നും സമ്മതിച്ചു തരില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഗൈസ് ഇപ്പൊ പറ്റിച്ചു. ഇവിടെ ഒരു കാലയൊക്കെ അപ്പൊ അത് കഴിഞ്ഞു. മാത്രം പ്രത്യേകതയാണ്. നമുക്ക് വേണമെങ്കിൽ പുറത്തേക്ക് ഇനി പെട്ടെന്ന് പോകണമെന്നുണ്ടെങ്കിൽ എമർജൻസി ആയിട്ട് ഇവിടെ ഡോർ എടുത്തിട്ടുണ്ട്. ഉള്ളിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പോരാട്ടെ ഗൈസ്. ഇവിടെ ഒരു ഒറ്റക്കൊമ്പൻ നിൽക്കുന്നുണ്ട് ഗൈസ്. ഇത് ഏതാണ്? കമന്റ് ചെയ്യാം. യെസ്. അപ്പൊ ഇവിടെ നമ്മള് ഫേവറേറ്റ് ആയിട്ടുള്ള ഗോൾഡ് ഫിഷ് ഉണ്ട് ഗൈസ്. ഗോൾഡ് ഫിഷിന്റെ വലിപ്പമുള്ളത്. ഗോൾഡൻ ഫിഷിന്റെ അതേപോലത്തെ എന്താ പറയാ, ഡ്യൂപ്ലിക്കേറ്റ് സാധനം. ഇവിടെ നമ്മൾ നല്ലോണം പറ്റിക്കുന്നുണ്ട് ഗൈസ്. ഇവിടെയൊക്കെ കൂടുതൽ എക്കോറത്തിൽ ഫിഷുകൾ ഇല്ല കേട്ടോ. കഴിഞ്ഞ എക്സ്പോയിൽ പോയതില് നല്ല വെളിച്ചം ഉണ്ടായിരുന്നു മെയിൻ ആയിട്ട്. അത് കഴിഞ്ഞിട്ട് എല്ലാ എക്കോറത്തിലും നല്ല മീനുകളും ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ അതേപോലെയൊക്കെയുള്ള ഫിഷുകൾ തന്നെയാണ് കൂടുതലും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പം എന്താ പറയാ, കുട്ടികൾക്ക് മെയിനായി അട്രാക്ഷൻ ചെയ്യുന്ന മീനുകളൊക്കെ ഉണ്ട് ഗൈസ്. കുട്ടികൾക്ക് എൻജോയ് ചെയ്യാം. കൂടുതൽ നേരം നിന്നാലും അവന് വറുത്ത് കൊടുക്കേണ്ടി വരും. പീനട്ട് ബട്ടർ കേക്ക്. ഇവിടെ വലിയൊരു ഫിഷ് കൊടുത്തിട്ടുണ്ട്. ഇതിന് പേരും കാര്യം അഡ്രസ്സും ഇതിന് കാണില്ല ഗൈസ്. നീല വെളിച്ചായിട്ട് 2 മീനുണ്ടല്ലേ? ബ്ലാക്ക് ഓറങ്ങാണ് ഗൈസ്. ആഫ്രിക്കൻ മൊഴിയാണ് ഗൈസ്. ആ മോട്ടറൊക്കെ പൊക്കിയിട്ട് അതിന്റെ അടിയിലൊക്കെ നിൽക്കുന്നുണ്ട്. അതൊരു ബാക്കിലൊക്കെ ഉണ്ട് ഗൈസ്. പക്ഷെ ആൾക്കാരൊന്നും കാണുന്നില്ല, ഒക്കെ ഒളിച്ചിക്ക. ഇതെന്താ ഇത് നല്ല പവർ ഉണ്ട് കേട്ടോ ഗൈസ്. നല്ല രസമുണ്ട്. ഫസ്റ്റ് ടൈം കഴിഞ്ഞ എക്സ്പോയില് കണ്ടിട്ടില്ല. ബാക്കിയുള്ള മീനുകളൊക്കെ നമ്മൾ കഴിഞ്ഞ എക്സ്പോയില് കണ്ടിട്ട്. ഇത് ഒരു വെറൈറ്റി ഫിഷ് ആണ്. ഇതിന്റെ പേര് നമുക്ക് പേരിട്ടാലോ? ടൈഗർ ഫിഷ് എന്ന് പേരിട്ടാലോ? ടൈഗറിന്റെ അതേ ഒരു പാറ്റേൺ വരുന്നത് ഫിഷ് ആണ് കേട്ടോ. ഈ മീനിന് ഞാനാണ് ഗൈസ് പേരിട്ടത്. ടൈഗർ ഫിഷ് എന്ന് പേരിട്ടു. ഇനി നമ്മള് അണ്ടർ വാട്ടർ ടണൽ അക്വേറിയത്തിന്റെ ഉള്ളിലേക്കാണ് നമ്മൾ കയറുന്നത്. അപ്പൊ ഇവിടെ ഒറ്റ ഒരു ഫിഷും ഇവിടെ ഒറ്റ ഫിഷ് അല്ല ഗൈസ്, സ്മോൾ ആൻഡ് ഫിഷസിനാണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഏഞ്ചൽ ഫിഷ്, സ്റ്റാർ അല്ല സോറി, ഏഞ്ചൽ ആണ് ഗൈസ്, ഏഞ്ചൽ. അതുപോലെ കളർ ഫിഷസും ആണ് ഇതില്. നിങ്ങൾ കഴിഞ്ഞ എക്സ്പോയില് കണ്ടതില് വലിയ ഫിഷിനെയാണ് ഇതില് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള. ഇതില് ഫുള്ള് അവര് എന്താന്ന് വെച്ചാല് ചെറിയ ഫിഷിനെയാണ് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് പോരുമ്പോ കുറച്ചൊക്കെ വലുപ്പത്തിലുള്ള ഫിഷ് നമുക്ക് മിക്സ് ആക്കിയിട്ടുള്ളത് കാണാട്ടോ. ഇതിൽ ഏറ്റവും വലിയ ഫിഷാണ് ഗൈസ് ഇത്. ഈ ഫിഷിനൊപ്പം നമ്മൾ അവിടെ എക്കോറത്തിൽ കണ്ടു ഗൈസ്. മിമിയുടെ മിമി എന്റെ മാപ്പിൾക്ക് അതിനെ പൊരിച്ചു തിന്നാനാണ് ഗൈസ് ഇഷ്ടം. അപ്പൊ ഗൈസ് നമ്മള് അണ്ടർ ടവർ കഴിഞ്ഞ്
പുറത്തിറങ്ങാണ് ഗൈസ്. അപ്പൊ അവിടെ ഫുഡ് കോർട്ട് മീൻസ് ഐസ്ക്രീം ആൻഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറച്ചൊക്കെ എന്ത് കഴിക്കാം. അപ്പൊ കഴിച്ചാൽ എവിടെയെങ്കിലും ഒന്ന് എടുക്കേണ്ടി വരും ഗൈസ്. അപ്പൊ അതുകൊണ്ട് നടക്കില്ല. അപ്പൊ ഇവിടെ 2 ടണൽ അക്വേറിയം ഉണ്ട് കേട്ടോ. ഒന്ന് കഴിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞു വരുമ്പോ ഇവിടെ വലിയ ഫിഷിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഗൈസ്. നമ്മള് ഇവിടെ ഫുള്ള് വലിയതാണ്, വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആയിട്ട്. ഞങ്ങൾ വിചാരിച്ച ഫസ്റ്റ് കാണുന്നതിന് മുമ്പ് വിചാരിച്ചിരുന്നു അത് പ്രസവിക്കാനായിരുന്നല്ലോ, ഇവന് പ്രസവിക്കാനായിരുന്നു. അപ്പൊ ആണുങ്ങൾ പ്രസവിക്കുന്നുണ്ട് എന്ന് ആ ഒരു അർത്ഥത്തിൽ പറഞ്ഞതാണ് ഗൈസ്. അപ്പം ഇവിടെ വലിയ ഫിഷിനൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മള് ചെറിയ ഫിഷ് മാത്രമേ ഉള്ളൂ എന്ന് കരുതിയിരുന്നു, പക്ഷെ വലിയ ഫിഷിനെ ഇവിടെ ആക്കിയിട്ടുണ്ട്. പേടിച്ചോ? ഗൈസ് ഞാൻ എന്നെയും കാണിച്ചു ഗൈസ്. ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോ എന്നെ കാണില്ല, അപ്പം ഇങ്ങനെ ഇടക്കാറല്ലേ. അപ്പം വലിയ ഫിഷ് ഉണ്ട് ഗൈസ്, നല്ല രസം കേട്ടോ. ഇവിടെ എന്നാല് എന്താ പറയാ, ഇവിടെ വന്ന് കാണുന്നേക്കാൾ നല്ല ഇവിടെ വന്ന് എക്സ്പ്ലോർ ചെയ്യുന്ന അത്രക്കും സൂപ്പർ വേറെ ഒന്നുമില്ല ഗൈസ്. എന്താന്ന് വെച്ചാല് പല ടൈപ്പ് ഫിഷിന് ഇവിടെ കാണുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ എക്സ്പോയിൽ കണ്ട അത്രക്ക് ഫിഷുകൾ ഇല്ലെങ്കിലും ഇവിടെ ഉള്ള ഫിഷുകൾ നല്ല സെറ്റപ്പില് നല്ല രീതിയിൽ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. മോനും ഇവിടെ ഈ മീനിനെ കട്ടെടുക്കാനുള്ള എന്തോ സൂത്രങ്ങൾ ഒപ്പിക്കാണ് കഴിച്ചു. അപ്പൊ ഇവിടെ ഒക്കെ നല്ല ഒരു ടണൽ അക്വേറിയം ഫുൾ അവര് ഒരു ഫുൾ ഫിഷ് നല്ല വലിപ്പമുള്ള ഫിഷിനെ കൊടുത്തിക്കാണ് കേട്ടോ. അപ്പൊ ഇനി അത് കഴിഞ്ഞ് നമ്മള് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഇവിടെ 3ാമത്തെ ടണൽ അക്വേറിയത്തിൽ എത്തിയിട്ടുണ്ട് ഗായ്സ്. അപ്പം ഇനി എത്ര ടണൽ അക്വേറിയം ഉണ്ട് എന്ന് നമുക്ക് അറിയില്ല. അപ്പൊ ഇവിടെ വേറൊരു വെറൈറ്റി ഫിഷ് ആണ് കേട്ടോ ഇവര് കൊടുത്തിട്ടുള്ളത്. ഇത് ബ്ലൂ കളർ ലൈറ്റ് കൊടുത്തോണ്ട് മീനുകളൊന്നും ക്യാമറയിൽ ശരിക്കും കുടുങ്ങണില്ല ഗൈസ്. നമുക്ക് ഹെഡ് ലൈറ്റ് അടിച്ചു വെക്കാം. ഷോ മീനാൾ കണ്ടിട്ട് പേടിയാവണം, കണ്ടിട്ട് വിളിച്ചടിച്ചു. അപ്പൊ ഇവിടേക്ക് നല്ല രസമുണ്ട്, ഗോൾഡ് കളർ. അതെന്താ പ്ലാസ്റ്റിക് ആണ് അനങ്ങാതൊക്കെ. അതിനും പേരിടാൻ തുടങ്ങി ഗൈസ്. ഇവിടെ വൈറ്റ് ആൻഡ് ബ്ലാക്ക് നല്ല രസമുണ്ട് ഗൈസ്. ഇത് ഇടയ്ക്ക് ലൈറ്റ് മാറി വരുന്ന നല്ല രസമുണ്ട് കാണാന്. നമുക്ക് അവിടെ ചുണ്ടുള്ള മീൻ ഉണ്ടല്ലോ, ചുണ്ടുള്ള മീൻ അവിടെ മേലെ വാൽമ പിടിച്ചിട്ട് വേണമല്ലോ ഗ്രില്ല് ചെയ്യാൻ പറ്റിയ ഫിഷ് ആണല്ലോ ഇവിടുത്തെ. കേക്കണ്ട ബാപ്പാക്ക് പറ്റിയ മോനാണ് ഗൈസ്. അപ്പം നമുക്ക് അത് കഴിഞ്ഞു പോയി നോക്കാം ഗൈസ്. ഇവിടെ ഒരു ലൈറ്റ് സെറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ഒരു ഇതിന്റെ ഉള്ളിലത്തെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടോക്കാം. അപ്പൊ ഇവിടെ ഷീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ മാറ്റിയിട്ട് നമ്മൾ കൂടുതൽ കയറിക്കും. അയ്യോ ഇവിടെ പക്ഷികളാണ് ഗായ്സ്, കിളികളാണ്. എന്താ പറയാ, ഫുള്ള് തുറന്നു വിട്ടിക്കാണ് കേട്ടോ. ഭയങ്കര ബാഡ് സ്മെല്ല് ഉണ്ട് ഗായ്സ്. കാട ഗായ്സ്, പ്രാവ്, എല്ലാ സാധനങ്ങളും ഇവിടെ തുറന്നു വിട്ടിക്കാണ് കേട്ടോ. അത് ജീവമില്ലാത്ത തവളയാണ് ഗൈസ്, നമ്മളെ പറ്റിച്ചു. അപ്പൊ ഇവിടെ ഒരു പ്രത്യേകിച്ച് കളറിൽ കോഴിയൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്, പ്രാവ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പെട്ടെന്ന് കണ്ടപ്പോ പാമ്പ് ശരിക്കുള്ള രസം, പക്ഷെ ഡമ്മിയാണ് ഗൈസ്. ഡമ്മി, ഇവര് ഡമ്മി വെച്ചിട്ട് നല്ലോണം പറ്റിച്ചു. തവളയും ഡമ്മിയാണ്. അപ്പൊ ഗൈസ് സല്യൂട്ട് അതൊക്കെ പഠിച്ചു വരുന്നുള്ളു ഗൈസ്. അപ്പം
ഇവിടെ കൂടുതലും ഡമ്മികളാണ്. ഇനി ഉള്ളിലേക്ക് കയറി നോക്കാം. ഇവിടെ ഫുൾ എന്താ പറയാ ബേഡ്സിനൊക്കെ തുറന്ന് വിട്ടിക്കാണ് കേട്ടോ. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. കഴിഞ്ഞ എക്സ്പോയില് പോയപ്പോ ഇങ്ങനത്തെ മൃഗങ്ങളൊന്നും കണ്ടില്ല. ഫുഡ് പാർക്ക്, മത്സ്യകന്യക ആയിരുന്നു അവിടുത്തെ മെയിൻ അട്രാക്ഷൻ വന്നിരുന്നത്. അപ്പൊ മത്സ്യകന്യക ഇവിടെ ഉണ്ട്, ഈ എക്സ്പോയിലും വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ ഒന്ന് കൊടുത്തുള്ള മൃഗങ്ങളെയൊക്കെ തുറന്ന് വിട്ടിട്ടുള്ള ഒരു എക്സ്പ്ലോ ആണ് കേട്ടോ. നമ്മള് ഇവിടുത്തെ പക്ഷികളെയും കാര്യങ്ങളൊക്കെ കണ്ട് നമ്മള് പുറത്തൊക്കെ പോവാണ്. അപ്പൊ ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിന്റെ കവർ കൊടുത്തിട്ടാണ് കേട്ടോ ഓല് പുറത്ത് പോവാതെക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഇത് പൊക്കിയിട്ട് നമ്മള് പോവാ. അപ്പൊ ഇവിടെയും ഓല് ബേർഡ്സിനെ ആഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പം ഇത് റെഡ് ഇഗ്വാനാണ് ഗൈസ്. ഇവിടെ താഴത്തും ഉണ്ട് കേട്ടോ ആള്. അത് റെഡ് ആണ് കേട്ടോ ഗൈസ്. നല്ല രസമുണ്ട്. ഇത് നമ്മള് എല്ലാ പാർക്കിലും പോകുമ്പോ കാണാറുണ്ട് ഇഗ്വാന്. അപ്പൊ ഇതൊന്നും ഇപ്പൊ നമുക്ക് എന്താ പറയാ കണ്ട് മയം വന്നിന്നൊക്കെ പറയില്ലേ, അതേപോലെയാണ്. എന്താണ് ഗൈസ്, എന്താണ് പൊന്നെ എന്റെ റിവ്യൂ? ഒന്ന് പറയാമോ? ആ ഓൻ അതിനെ ചൂണ്ടിക്കാട്ടാണ്. അപ്പൊ നമുക്ക് അടുത്തത് നോക്കാം. ഇവിടെ ഞാൻ റീലിൽ കണ്ടപ്പോ നമ്മളെ കയ്യിലൊക്കെ തരുന്നതുണ്ട്. അപ്പൊ അതൊക്കെ നോക്കാം. ഇവിടെയൊക്കെ ബാറ്റ്സിനെ കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഇവിടെ ബ്ലോഗിങ് എന്തൊക്കെ തൊള്ള കിട്ടാത്ത പേരൊക്കെയാണ് ഇട്ടുന്നത്. ആകെ നിങ്ങൾ എന്തായാലും നിങ്ങൾ വായിച്ചെടുക്കാം. ഞാൻ പറഞ്ഞിട്ട് ഇനി തെറ്റേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് ഈ തത്തനെ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ഈ കളർഫുള്ള് തത്ത അതെല്ലാവർക്കും ഇഷ്ടാവും, പക്ഷെ എനിക്കൊരു പ്രത്യേകിച്ചൊരു ഇഷ്ടമുണ്ട് ഗൈസ്. അപ്പം ഇവിടെ 2 ഇണകളുണ്ട് ഗൈസ്. ഇവിടെ കൈയൊക്കെ കളിക്കാം. കൈ കുത്തും. ഇവിടെ ഒരാൾ ഒച്ച ഉണ്ടാക്കുന്നുണ്ട്. ഗായ്സ് ഇവിടെ സെൽഫി എടുക്കണമെന്നുണ്ടെങ്കിൽ പൈസ കൊടുക്കണം ഗായ്സ്. ഇവിടെ ഇതെന്താ, ഇത് ഏതാ പാമ്പ്? യെല്ലോ അനോക്കോണ്ട ആണ് കേട്ടോ ഗൈസ്. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരാൾ കുളിച്ച് വൃത്തിയാവുന്നുണ്ട് ഗൈസ്. ഞാൻ ആദ്യമായിട്ട് കാണാൻ. എന്താടാ ഇവിടെ ഒരാള് ഭയങ്കര കുറുമ്പനാണ് ഗൈസ്. കുറുമ്പ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നടക്കുന്നത്. ഇവിടെ അതിനനുസരിച്ച് ഒച്ച ഉണ്ടാക്കാൻ ആളും ഉണ്ട് കേട്ടോ. അപ്പം ഇവിടെ ഒരു മെക്കാവുണ്ട് ഗൈസ്. ക്ലീനിങ്ങിലാണോ, ബിസി ആണോ? ഇതേതാ? പൈറ്റന ഗൈസ്. ഫുള്ള് ഹാപ്പിയാണ് ഗായ്സ്. ഇവിടെ ആളെല്ലാം കമ്പനിയാണ് കേട്ടോ. കൈ കൊത്തുവേ. ഇവിടെ ഗ്രീൻ ആൻഡ് ഇവിടെ ഒരു എന്താ പറയാ, ഇവിടെ എന്തൊക്കെ റോസി ബർഗിൻ പാരിക്കിറ്റ് എന്നാണ് ഇതിന്റെ പേര് ഗൈസ്. അപ്പൊ നമുക്ക് അത് കഴിഞ്ഞ് നമുക്ക് പോയി നോക്കാം. ഇതൊക്കെ നമ്മള് സാധാ ലവേഴ്സ് ആണ് ഗൈസ്. അപ്പൊ കുട്ടൂസ് നല്ല എൻജോയ് ഉണ്ട്. ഓന് പിന്നെ ഇങ്ങനത്തെ കണ്ട് തഴക്കായി. അതുകൊണ്ട് പിന്നെ ആർക്കും ഒരു പ്രശ്നമില്ല. എല്ലാത്തിനും കൈ വെച്ച് കൊടുക്കുകയാണ്. അതൊരു ചാൻസ് കിട്ടാൻ നിൽക്കാണ് കൊത്താന്. ഇതിലാളില്ലേ, ഇതില് വലിയ ടൈപ്പും ചെറിയ ടൈപ്പും അങ്ങനെ കാഴ്ചയാണ്.
അതാ ഞാൻ പറഞ്ഞ, ഞാൻ പേര് പറയുന്നില്ല, ഞങ്ങള് വായിച്ചെടുക്കാന്ന് പറഞ്ഞു. ആഹാരം, വിത്തുകൾ, പഴങ്ങൾ, പച്ചക്കറികൾ. പിന്നെ നമുക്ക് ഇവിടെ പോയേക്കാം. അപ്പൊ ഗൈസ് ഇവിടെ പോക്കറ്റ് മങ്കി ഉണ്ട് ഗൈസ്. ഭയങ്കര ബാഡ് സ്മെല് ഉണ്ട് കേട്ടോ ഗൈസ്. ആളെ തോണ്ടിയിട്ട് ആൾക്ക് പറ്റണില്ല. കുട്ടൂസേ നമുക്ക് എന്റെ പോക്കറ്റിൽ ഇട്ടേ, അതിന്റെ പോക്കറ്റിൽ ഇട്ടേ. അപ്പൊ നമ്മള് അവിടെ ഒരു കാക്ക പിടിച്ച് നിക്കുന്ന കണ്ടില്ലേനോ, ആ സെയിം യെല്ലോ അനാക്കോണ്ട കേട്ടോ ഗൈസ്. അപ്പൊ അതിനെ കൂട്ടിലൊക്കെ ആക്കിയിട്ടുണ്ടോല്. അപ്പം കുട്ടൂസേ അതെന്താ പാമ്പാ? സ്നേക്ക് സ്നേക്ക്. അപ്പൊ ഞാൻ ഈ സ്നേക്കിനെ ആദ്യമായിട്ട് കാണാം കേട്ടോ. അപ്പൊ ഇനിയിപ്പം ഇവിടെ വേറെ എന്തെങ്കിലും ആനിമൽസ് ഉണ്ടോ നോക്കാം. ആണെന്ന് തോന്നുന്നു. ഇവിടെ 24 മണിക്കൂർ ഉറങ്ങാണ് ഗൈസ്. ഓല ഉറങ്ങിക്കോട്ടെ, നമ്മള് ശല്യപ്പെടുത്തുന്നില്ല. അപ്പൊ ഇവിടെ വലിയ വാലൊക്കെ നീട്ടി വെച്ചാണ്ടുള്ള ഒരാളല്ല 3 ആളുണ്ട്, മുകളിൽ ഒരാളുണ്ട് കേട്ടോ. അപ്പൊ ഇനി ഇത് യെല്ലോ ഗോൾഡൻ എച്ച് ആണോ അത്? ടെസ്റ്റ്. ഇവിടെ വലിയ മെക്കാവോ ഉണ്ട് ഗൈസ്. ഇവിടെ മെക്കാവോ അതേപോലെ സ്നേക്സിനൊക്കെ നമ്മള് കയ്യില് സെൽഫി ഒക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഫസ്റ്റ് ക്യാഷ് കൊടുക്കണം. 50 രൂപയാണ് ഒരു സെൽഫിക്ക്. ഓരോ പെറ്റ്സിനും 50 രൂപ വെച്ചിട്ടാണ് ഇതില് ചാർജ് ഇട്ടുള്ളത്. അപ്പം നമ്മള് അങ്ങനൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പൊ ക്ലീൻ ആക്കാണ് കേട്ടോ. അപ്പൊ ഇവിടെ ഒരാളുണ്ട് ഗൈസ്. അണ്ണാൻ കുഞ്ഞാണെന്ന് തോന്നുന്നു. മൈക്രോ അണ്ണാനാണ് ഗൈസ്. ചെറിയ അണ്ണാൻ 2 ഉണ്ട് കേട്ടോ. മൂലക്കലായിട്ട് നമുക്ക് ഇങ്ങനെ വീഡിയോ എടുക്കാൻ കഴിയുന്നു. അപ്പൊ ഫ്രൂട്ട്സ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അവർക്ക്. അപ്പൊ സ്വദേശം ആഫ്രിക്കയാണ് ഗൈസ്. വാവ്. ഇവിടെ ഗ്രീൻ പച്ചപ്പാമ്പ്, അതന്നെ. എലി മുട്ട, അതാണ് ആഹാരം വരുന്നത്. ന്യൂ ഗിനിയാണ് ഇതിന്റെ പ്ലേസ് വരുന്നത് ഗൈസ്. അപ്പൊ അതവിടെ നന്നായിട്ട് ചുണങ്ങി കിരിക്കിരി ആയിട്ട് കിടക്കണ ഗൈസ്. ബിദിസ് ഗൈസ് ഈ സാധനത്തിന് നമ്മൾ ആദ്യമായിട്ട് കാണാണ് കേട്ടോ. ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ട് കാണാണ്. ഇതിൽ നമ്മള് റെയിലില് എന്താ പറയാ പ്രൊമോഷൻ കൊടുക്കണവർക്ക് കയ്യിലൊക്കെ എടുത്ത് കൊടുത്തത്. പക്ഷെ ഇവിടെ അതിനൊന്നും ആളില്ല കേട്ടോ. ചെറിയ തേളുണ്ട്, ബ്ലാക്ക് തേൾ. പ്ലാസ്റ്റിക് ആണോ? ഇളകണില്ലേ ഗൈസ്. അപ്പൊ നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂല. ഞാൻ ചുമ്മാ പറയാൻ കേട്ടോ. ഇവിടെ കുഞ്ഞു എലികളുണ്ട്, വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ ഉണ്ട് ഗൈസ്. നല്ല രസമുണ്ട്, നല്ല ഫീൽ ചെയ്യുന്നുണ്ട്. അടി കൂടുകയാണ്, അടി കൂടുകയാണ്. ഇവിടെ ഇങ്ക് കുറവായിട്ട് തോന്നിയ എന്താണെന്ന് വെച്ചാല് ആൾക്കാർ നിൽക്കുന്ന ഏരിയയില് വെളിച്ചം കുറവാണ് ഗൈസ്. ഇവിടെ കുറച്ച് വലിപ്പമുള്ള വൈറ്റും എന്താ അമേരിക്കയാണ് സ്വദേശം വരുന്നത്. ഇവിടെ കുറച്ച് നീളമുള്ള എലികളുണ്ട് കേട്ടോ. പക്ഷെ നീളം കൂടിയിട്ടുള്ള എലികളാണിത്. എലികൾ തന്നെയാണെന്ന് അറിയില്ല, പക്ഷെ ഞാൻ പറയുന്നില്ല എലി തന്നെയാണെന്ന് ഇക്ക പറഞ്ഞ. അതുകൊണ്ട് പിന്നെ അതിൽ നോ അപ്പീൽ. ഓക്കെ ഗൈസ്, ഇതെന്താ? കിനിയ പന്നി. വെറും കിനിയ പെറു ആണ്. പെറു. ഇത് നമ്മൾ ആദ്യമായിട്ട് കാണാണ് കേട്ടോ. ഇത് നമ്മൾ ആദ്യമായിട്ടല്ലേ കാണുന്നത്? ഇത് നമ്മൾ ആദ്യമായിട്ട് കാണാണ് കേട്ടോ. ഇത് 3 കളറിലുണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ബ്രൗൺ
പിന്നെ ബ്ലാക്ക്. നമ്മള് പെറ്റ്സിന്റെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മള് പുറത്ത് പോകാണ് ഗൈസ്. അപ്പൊ ഗൈസ് ഇവിടെയാണ് കേട്ടോ മത്സ്യകന്യക്കുള്ളത്. അപ്പൊ ഇവിടെ ആൾക്കാര് ഇത് ഫുള്ള് കവറേജ് ഉണ്ട് കേട്ടോ ബോഡി. മത്സ്യകന്യങ്ങനെ ഓരോ ഫിഷിന്റെ രൂപം കിട്ടാനും വേണ്ടിട്ട് ഫുള്ള് എന്താ പറയാ എന്തോ മെഷീനൊക്കെ വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പോയതില് അതില് അങ്ങനത്തെ ഒന്നുമില്ലായിരുന്നു കേട്ടോ. നമ്മള് വെയിറ്റിംഗിലാണ് ഗൈസ്. ആ ടാറ്റ കൊടുത്ത് ഗൈസ്. പോകുമ്പോഴാണ് ഇവലൊക്കെ ടാറ്റ കൊടുത്തത്. മത്സ്യകന്യക സോസ് എടുക്കാൻ വേണ്ടി മേൽക്ക് വന്നിട്ട് ഗൈസ്. ഇവിടെ ഒരാൾ ആവിയൊക്കെ ഉണ്ട് ഗൈസ്. അപ്പൊ ഉറക്കം വന്നപ്പോ തന്നെ ഫോട്ടോ എടുക്കാനൊക്കെ നല്ല പോസിൽ നിൽക്കുന്നുണ്ട്. ടാറ്റെടുത്താ വാല് പിടിച്ചു വലി. അവിടുത്താ ടാറ്റെടുത്താ നമ്മള് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മള് പുറത്തേക്ക് പോവാണ് ഗൈസ്. അപ്പൊ നമ്മള് വെള്ളമൊക്കെ വാങ്ങിയിട്ടുണ്ട്. കുട്ടൂസേ അയ്യോ ഞാൻ ബീനെ വാ. ഇറങ്ങി വരുമ്പോ പഴയകാല മിഠായികൾ ഓർമ്മാക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അത് നോക്കി കൈ പിടിക്കാതെ പോവാണ് ആള്. എടുക്കണ പറ്റണില്ല ആളെ. ഇങ്ങോട്ട് വാടാ. എന്റെ സാധനം ആൺകുട്ടി ആയതുകൊണ്ട് ഇവിടെ നിർത്തി കൊടുക്കാനില്ല ഗൈസ്. പെൺകുട്ടിയാണെങ്കിലൊക്കെ വാങ്ങാമായിരുന്നു. അവിടെ ഇങ്ങോട്ട് വാ. അങ്കില്ലെങ്കിൽ വേണോ? ആ ഊണേ അപ്പൊ ഇവിടെ വേദനക്കും കാര്യങ്ങളൊക്കെ ഉള്ള ഡോക്ടർ കെയറിന്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ആദിവാസികൾ ഇതൊക്കെയാണ് കേട്ടോ പിന്നെ വരുന്നത്. ഇതൊക്കെ നമ്മള് കഴിഞ്ഞ എക്സ്പോയിൽ നമ്മള് കണ്ടിട്ടുണ്ട്. ഓല അങ്ങോട്ട് ചെല്ലാൻ നിൽക്കാണ് ഓല വർത്താനം പറയാന്. അപ്പൊ അതൊന്നും നമ്മൾ എടുക്കുന്നില്ല. പിന്നെ ഇവിടെ കൂടുതലും അറകള് കാലിയാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതിലാക്കിയപ്പോ ഫുൾ നല്ല വെളിച്ചും നല്ല കാര്യങ്ങളും ഇതൊക്കെ ആക്കിയാണ്ട് ഫുൾ വൈബായിരുന്നു. പിന്നെ ഇവിടെ ഹീറ്റർ ബൊമ്മ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഉണ്ടാക്കിയുള്ള. മസാജിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതല്ലേ. പിന്നെ നമുക്ക് ഇങ്ങനെ പോയി നോക്കാം. ഇവിടെ 70 ഒന്ന് കോഫി ഉണ്ടോ? എത്ര? ഇവിടെ ഫുഡിനൊക്കെ നല്ല വിലയാണ് ഗൈസ്. ഗൈസ് എന്റെ ചെരുപ്പ് പൊട്ടി ഗൈസ്. ഇവിടെ ഫുഡിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ഗൈസ്. ഇറക്കട്ടെ ഇങ്ങനെ ആക്കുന്നുണ്ട്. ഇറക്കാൻ കഴിയാൻ
കണ്ണും കേട്ടോ ഞങ്ങളെ ഇറക്കാൻ കഴിഞ്ഞത്. ഹായ്, എങ്ങനെ സല്യൂട്ട് അടിക്ക വേവാത്തൊക്കെ കൊടുക്കണേന്. അപ്പൊ ഇവിടെ നമ്മള് ഫുഡിന്റെ കാര്യത്തിൽ നിന്നൊക്കെ ഇറങ്ങിയതോ. ഇവിടെ ഈ മരണക്കിണറുണ്ട് കേട്ടോ ഗൈസ്. അപ്പൊ എന്താ കുട്ടികൾക്കുള്ള ഇതൊക്കെ ഉണ്ട് ഇവിടെ. കാട്ടിക്കോട്ടൊന്നും വർക്കിംഗ് അല്ല കേട്ടോ ഗൈസ്. ആള് കുറവാണ് ഇവിടെ. കഴിഞ്ഞ എക്സ്പോയിലുള്ള മാതിരി ആളൊന്നുമില്ല. അതേപോലെ നമ്മള് കൊടുത്ത 120 റുപ്യ വെറുത്താക്കാനുള്ള ഇതൊന്നും നമ്മളിവിടെ കണ്ടിട്ടില്ല കേട്ടോ. നമ്മള് എക്സ്പോ കണ്ട് പുറത്തിറങ്ങി കേട്ടോ. കോഴിക്കോട് ബീച്ചിലൊക്കെ കാണുന്ന ടൈപ്പ് ടോയ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മള് പുറത്തിറങ്ങി. എന്താ പറയാ ഉള്ളതൊക്കെ കഴിഞ്ഞാണ്ട് ഇറങ്ങിട്ടോ. പുറത്തും പാർക്ക് ഐറ്റംസിലുള്ളത് ഒക്കെ കൊണ്ടിറങ്ങി. ഒക്കെ സെറ്റായി വരുന്നുള്ളൂ. അപ്പം ഇപ്പൊ ഞങ്ങൾക്ക് കയറിയ ഇതിൽ തോന്നിയത് 120 റുപ്യ ബർത്താവുന്നില്ല. ഞങ്ങൾക്ക് തോന്നിയത്, എനിക്ക് തോന്നുന്നതാണ് കേട്ടോ. ഞാൻ പേഴ്സണലി എന്റെ അതിലുള്ളതാണ് പറയുന്നത്. 120 രൂപ കുറച്ച് കൂടുതലാണ്. അതിനുള്ള ആനിമൽസും ബേർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാണ്ട് എന്താ പറയാ ഒക്കെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്നൊക്കെ പറയില്ലേ, അതേപോലെയാണ് കേട്ടോ എക്സ്പ്ലോർ ആക്കിയിട്ടുള്ളത്. കുതിര റൈഡും ഉണ്ട്, അതേപോലെ ഒട്ടക റൈഡും ഉണ്ട് കേട്ടോ. കുതിര അങ്ങോട്ടും ഇങ്ങോട്ടോ പോയി. അയ്യോ, അപ്പൊ കുതിരനെ ഈ ഗ്രൗണ്ട് ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരാണ് കേട്ടോ ഉണ്ടാവാ. നമ്മളൊന്നും കയറിയിട്ടില്ല. കുട്ടൂസിന്റെ ഇത് പറഞ്ഞ കുട്ടൂസ് ചെയ്യേ. ഇന്നത്തെ ബ്ലോഗ് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ കയറിയ സംഗതിക്ക് എല്ലാതും അടിച്ചു പൊളിച്ച് നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പം എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.